മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറച്ച് മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പൊക്കെ സന്യാസിമാരെ കുറിച്ചോ ഹിന്ദുക്കളെ കുറിച്ചോ BJPയെ കുറിച്ചോ അല്ലെങ്കിൽ കാവിക്കൊടിയെ കുറിച്ചോ വേദത്തെക്കുറിച്ചോ മോഡിയെക്കുറിച്ചോ നരേന്ദ്രമോദിയെക്കുറിച്ചോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് പേര് 2-3 പേരെങ്കിലും യൂട്യൂബിൽ കമന്റ് എഴുതും, ഗോപാലകൃഷ്ണൻ ഒരു സംഘിയാണെന്ന്. ഈ കണ്ണൂരിലുള്ള ഒരു കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. കുഞ്ഞിക്കണ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചിട്ടാണ്. ഒരു കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ഒരാള് നാരായണ ഗുരുദേവനെ കണ്ട് ഗുരുദേവനോട് പറഞ്ഞു, ദൈവം എന്ന് പറയുന്ന സാധനമേ ഇല്ല, ദൈവം എന്നുള്ളത് മനുഷ്യൻ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പൊ നാരായണ ഗുരുദേവൻ ചോദിച്ചു, പേരെന്താന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ നാരായണ ഗുരുദേവൻ തിരിച്ചു പറഞ്ഞു, കണ്ണ് വളരെ ചെറുതാണെന്ന് അച്ഛനും അമ്മമാർക്ക് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കുഞ്ഞിക്കണ്ണൻ എന്ന് പേരിട്ടത്. ആ കുഞ്ഞി കണ്ണുകൊണ്ട് കണ്ടാൽ ദൈവത്തിനെ കാണാൻ സാധിക്കില്ല, പോയി വരൂ, കണ്ണ് വലുതാവുമ്പോ കാണാൻ പറ്റും എന്ന് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞിക്കണ്ണൻ CPMന്റെ നേതാവുണ്ട്. നല്ല സംസ്കാര സമ്പന്നമായ പദങ്ങൾ പ്രയോഗിക്കുന്ന ശാന്തനായ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള വ്യക്തി. രാമായണത്തെ വിശകലനം ചെയ്ത് ത്രേതായുഗത്തിൽ നടന്നതെല്ലാം തെറ്റാണെന്ന് ഇപ്പോ 5118 ആണ്ടില് വിവരിക്കുന്ന ഒരു വ്യക്തിയാണ്. പണ്ട് നടന്നതൊക്കെ തെറ്റാണെന്ന് പറയുന്ന പോലെ. ഈ അടുത്ത കാലത്ത് CPMകാരൻ, ഈ കുഞ്ഞിക്കണ്ണൻ CPMകാരനാണ്. ബംഗാളിലെ കോൺഗ്രസുമായിട്ട് ചേർന്നത് വളരെ മോശമായി എന്ന് പറയുന്ന CPMകാരാണ് പോളിറ്റ് ബ്യൂറോയിൽ തീരുമാനം എടുത്തത്. അവരങ്ങനെ ഒരു ഗുണമുണ്ട്, കഴിഞ്ഞ ആഴ്ച ചെയ്തതൊക്കെ തെറ്റാണെന്ന് ഈ ആഴ്ച, കഴിഞ്ഞ മാസം ചെയ്തതൊക്കെ തെറ്റാണെന്ന് ഈ മാസം, കഴിഞ്ഞ വർഷം ചെയ്തതൊക്കെ തെറ്റാണെന്ന് ഈ വർഷം പറയുന്ന ഒരു വ്യക്തി. അതിൽ അദ്ദേഹം എന്നെയും സംഘിയായിട്ടാണ്, സംഘത്തിന്റെ ആളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ സംഘത്തിന്റെ ആളായിട്ട് ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഒന്ന് പറയുന്നു, അല്ലെങ്കിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അഭിമാനത്തോടുകൂടി, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ലോകത്തിലെ ആര് പ്രസംഗിച്ചാലും ആര് പ്രവർത്തിച്ചാലും അങ്ങനെ ഒരു വീക്ഷണം ആര് വെച്ച് പുലർത്തിയാലും അവരെ അനുമോദിക്കുകയും അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഇപ്പൊ നരേന്ദ്രമോദിയെ അവഹേളിക്കുന്നവരും അപകീർത്തിപ്പെടുത്തുന്നവരും ഭൂരിഭാഗം ആൾക്കാർ ഒന്ന് ചിന്തിച്ചു നോക്കാം. 4800ഓളം സിഖുകാര് പച്ചയ്ക്ക് ടെലിഫോൺ പോസ്റ്റിൽ കെട്ടി തീയിട്ട കാഴ്ച ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി നേരിട്ട് കണ്ടതാണ്. ഡൽഹിയില് നേരിട്ട് കണ്ടതാണ്. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം ആദ്യം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ട്രെയിനിൽ ഞാനും ഉണ്ടായിരുന്നു. 4000 രൂപയാണ് 4 കിലോമീറ്റർ ദൂരം കാറിൽ പോകാനായിട്ട് ഞാൻ അന്ന് കൊടുത്തത്. എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവനും കൊടുത്തത്. അത്ര ഭീകരമായ അന്തരീക്ഷത്തില് ഈ 4800 സിഖുകാരെ കൊന്ന അവർക്ക് യാതൊരു കുഴപ്പമില്ല, അവർക്ക് സുഖമായിട്ട് വിലസുന്നു. മോഡിയെ കോടതി ഇതിലൊന്നിലും ഇൻവോൾവ്ഡ് ചെയ്യാത്ത ആളാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ട് മുക്തനാക്കിയിട്ട് പോലും ഇപ്പോഴും അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കമ്പാർട്ട്മെന്റില് ഇത്രയും ഹിന്ദു യുവാക്കളെ പെട്രോൾ ഒഴിച്ച് കൊന്നപ്പോ മാതൃഭൂമി പത്രം ഉൾപ്പെടെ ആ കൊന്നവനെ സപ്പോർട്ട് ചെയ്യായിരുന്നത്. തന്നെത്താനെ മണ്ണെണ്ണപ്പെട്ടി മറിഞ്ഞു വീണ് കത്തിയതാണ്, അല്ലാണ്ട് ആരും ഒഴിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ അവിടെ നിന്നും ആർക്കും ഒരു കുഴപ്പമില്ല. അതിനെ കുറിച്ച് ഒന്നും മിണ്ടാതിരുന്നാല് അവൻ ഹൈലി മതേതരവാദിയാണ്. അതിനെതിരെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതാണെന്നെങ്ങാനും പറഞ്ഞാല് അത് സംഘിയായി. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ അതിന്റെ ചുവട്ടിൽ മുഴുവനും ശ്രീരാമക്ഷേത്രത്തിന്റെ അവശിഷ്ടമായിരുന്നു വിക്രമാദിത്യൻ സ്ഥാപിച്ച എന്ന് പറഞ്ഞാൽ സംഘിയായി. അതുപോലെ ഹിന്ദുക്കളുടെ ഏതെങ്കിലും കാര്യം പറഞ്ഞാല് അപ്പൊ സംഘിയായി. മോഡി അമേരിക്കയിൽ ചെന്നിട്ട് മോഡി ഡോക്ട്രിൻ എന്ന ഒരു പേര് ഒബാമ
മോഡിയുടെ ലോക കാഴ്ചപ്പാടിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ സംഖ്യയായി. മെക്സിക്കോ പ്രസിഡന്റിന്റെ കാറിൽ അദ്ദേഹം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മോഡി പോയതെന്ന് പറഞ്ഞാൽ അപ്പോഴും സംഖ്യയായി. ഗൾഫ് ന്യൂസിൽ മോഡി ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന $2 ബില്യൺ ആ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അത്ര ഗംഭീരമാണെന്ന് പറഞ്ഞാൽ അപ്പോഴും സംഖ്യയായി. ഈ കേരളത്തില് ഹിന്ദുക്കള് ന്യൂനപക്ഷമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഖ്യയായി. അതേപോലെ തന്നെ ജയരാജനോ നമ്മുടെ സുധാകരനോ ഒക്കെ തനി വട്ട് പറഞ്ഞാലും അതൊക്കെ ന്യായീകരിക്കാൻ ആൾക്കാര് ഒരു വശത്ത്. നമ്മുടെ ഭാരത് മാതാക്ക് ജയ് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യയായി, അല്ലെങ്കിൽ ജയ് ഹിന്ദ് പറഞ്ഞാൽ സംഖ്യയായി. ഒരു കാവി വസ്ത്രം എടുത്ത ആരെങ്കിലും ഭാരതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞാൽ സംഖ്യയായി. അതേസമയത്ത് ഒരു ബിഷപ്പ് തന്റെ അവയവം ഒരു ഹിന്ദു സ്ത്രീക്കോ പുരുഷനോ മറ്റോ ദാനം ചെയ്തപ്പോ മറ്റൊരു മതക്കാരന് ഒരു ബിഷപ്പ് ദാനം ചെയ്തത് വലിയ വാർത്തയായി. ഈ പാറശാലയിലുള്ള ഒരു നമ്പൂതിരിയുടെ ശരീരാവയവം 6 പേര് കൊടുത്തതിൽ 3 പേര് മുസ്ലിമും ഒരാൾ ക്രിസ്ത്യാനിയുമായിരുന്നു. അതെങ്ങാനും പറഞ്ഞാൽ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു നമ്പൂതിരി സ്ത്രീ വൃക്ക കൊടുത്തതിനെ കുറിച്ച് ഇപ്പോ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പെസഹ വ്യാഴാഴ്ചയുടെ അന്ന് എറണാകുളത്തെ ഒരു പള്ളിയിൽ ഒരു ഹിന്ദു സ്ത്രീയുടെ കാല് കഴുകി ഒരു ബിഷപ്പ് എന്ന് കണ്ടിട്ടുണ്ട്. എന്തൊരു വാർത്തയായിരുന്നു അത്! അത് ഹിന്ദു പേരുള്ള ക്രിസ്ത്യൻ സ്ത്രീയാണോ അല്ല അടുത്ത ആഴ്ച അവരെ മതം മാറ്റിയിട്ടുണ്ടാവോ? 100% കള്ളത്തരം മാത്രം ചെയ്യുന്ന ക്രിസ്ത്യൻ സമൂഹം, എല്ലാവരും അല്ല, കുറെ പേര് അതിനൊക്കെ എതിർക്കുന്നവർ ധാരാളം പേരുണ്ട്. ഈ മതപരിവർത്തനത്തിന് വേണ്ടി മാത്രം 100% പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം. അവർ ചെയ്യുന്നത് ഒന്നും ഒരാൾക്കൊരു കുഴപ്പമില്ല. എത്ര ബോംബ് പൊട്ടിച്ചാലും ജമ്മു കാശ്മീരില് ഇത്രയും അധികം തീവ്രവാദികളെ വളർത്തിയാലും അവിടെ ഒന്നും അതിനെതിരെ പറഞ്ഞാൽ സംഖ്യയായി, അതിനെ അനുകൂലിച്ച് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇത്രയും അധികം തീവ്രവാദം ലോകത്തിൽ നടക്കുമ്പോൾ ഇവിടുത്തെ കുഞ്ഞാലിക്കുട്ടിയോ അബ്ദുൾ റബ്ബോ അല്ലെങ്കിൽ അതുപോലെയുള്ള മുസ്ലിം നേതാക്കന്മാരോ ആരെങ്കിലും അതിനെതിരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. പൊതുവെ പറയുന്നുണ്ട് ഖുർആനിൽ തീവ്രവാദം അനുകൂലിക്കുന്നില്ല എന്ന്. ഈ ചെയ്തത് കാശ്മീരിൽ സംഭവിക്കുന്നത്, പഴയ അഹമ്മദാബാദിൽ സംഭവിക്കുന്നത്, ഓൾഡ് ഹൈദരാബാദിൽ സംഭവിക്കുന്നത്, ഈ മലപ്പുറത്ത് സംഭവിക്കുന്നത്, ഈ കാസർഗോഡ് സംഭവിക്കുന്നത്, ഈ മുസ്ലിങ്ങൾ തന്നെ ഷിയായും സുന്നിയും തമ്മിൽ കൊല്ലുന്നത്, സുഫി എന്ന വിഭാഗത്തെ മറ്റുള്ളവരെ കൊല്ലുകയും അവഹേളിക്കുകയും ചെയ്യുന്നത്, അഹമ്മദിയായെ വെച്ചു പൊറുപ്പിക്കാതെ പുറത്തേക്കിടുന്നത്, അതിനെക്കുറിച്ച് എങ്ങാനും പറഞ്ഞു പോയാൽ അത് മതേതരത്വത്തിന് എതിരായിപ്പോയി. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, സംഖ്യ ആയാലെന്താ, ഈ നാടിനും അല്ലെങ്കിൽ നാടിന്റെ പൈതൃകത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാള്, അയാൾ നന്മ നിറഞ്ഞ ഏത് സംഘടനയിൽ ഉണ്ടായാലെന്താ? മദർ തെരേസ ലോകത്തെ സേവിച്ചത് രാഷ്ട്രത്തിനോടോ സംസ്കാരത്തിന്റെയോ അല്ല, മതപരിവർത്തനം നടത്താൻ തന്നെയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സംഖ്യയായി, മതം മാറ്റാൻ വേണ്ടി തന്നെയാണ്. ഞാൻ എന്നും പറയാറുള്ള സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ഒരു കൊലയാളിയാണെന്ന് പറഞ്ഞാല്, ഇവിടെ പോപ്പ് ഇവിടെ വന്നപ്പോ 2000 AD 16 വർഷം മുമ്പ് വന്നപ്പോ ഈ സെയിന്റ് ഫ്രാൻസിസ് ചെയ്ത കൊലപാതകത്തിന് എതിരെ അഭിപ്രായം പറയണം, മാപ്പ് പറയണം എന്ന് പറഞ്ഞപ്പോ അത് മുഴുവൻ സംഖ്യയായി. ഇയാൾ കൊലപാതകം നടത്തിയതിലല്ല കുഴപ്പം, ആ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞാൽ സംഖ്യയായി. ഇങ്ങനെ സംഖ്യയാവും എങ്കില് ഭാരതത്തിൽ ഇന്ന് സംഖ്യയാവാൻ കുറെ അധികം പേരുണ്ടെന്ന് മാത്രമല്ല, കഴിഞ്ഞ ഇലക്ഷനില് 30 ലക്ഷം വോട്ട് സംഖ്യകൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരെ സംഖ്യകളാക്കിയതാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും കുഞ്ഞിക്കണ്ണനും അതേപോലെ കോൺഗ്രസ്സുകാരും. ഏതായാലും തന്റെ നേതാവ് ഒരു മന്ദബുദ്ധിയാണ് എന്നറിയാമായിരുന്നിട്ടും ആ നേതാവിന്റെ അമ്മയും കൂടെ ഉള്ളവരും മന്ദബുദ്ധിയാവണമെന്നില്ലല്ലോ. ഒരു പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു രോഗി മാനസിക രോഗിയാണെങ്കിൽ അതിന്റെ അർത്ഥം അച്ഛനും അമ്മയും അയാളുടെ അനിയനും ഒക്കെ മന്ദബുദ്ധിയാണെന്നില്ലല്ലോ. ഇവിടെ നമുക്ക് കോൺഗ്രസിൽ കാണാൻ സാധിക്കുന്നത് മന്ദബുദ്ധിയായ ഒരു നേതാവ്, ആ നേതാവിനെ മന്ദബുദ്ധികളെ പോലെ അനുശാസിക്കുന്ന അനുയായികള് അവരോരോന്ന് പറയുമ്പോ
ശരിക്ക് സംഘികളാവാൻ അഭിമാനിക്കുന്ന 10 ലക്ഷക്കണക്കിന് ആൾക്കാര് കേരളത്തിലും ഭാരതത്തിലും ഇനിയും ജനിക്കും എന്നെനിക്ക് തോന്നുന്നു. പ്രണാമം, നമസ്കാരം.